ഹായ് കുട്ടികളെ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആക്ച്വലി +2 സയൻസ് എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള കാര്യമാണോ? നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ അന്വേഷിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ പറയാത്ത കുറേ സത്യാവസ്ഥകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ +2ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് ഇനി പോവാം. സാറേ, ഒന്നാമത്തെ പോയിന്റ് സിലബസിൻ്റെ വ്യാപ്തി എത്രയാണ്? അതായത് സിലബസ് എത്രത്തോളം ഉണ്ട്? നമ്മൾ 10th കമ്പയർ ചെയ്യുന്ന സമയത്ത് +1ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ആകെ 4-5 ചാപ്റ്ററുകളായിരിക്കും നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ അത് നേരെ നമ്മൾ +1ലേക്ക് എത്തുമ്പോൾ 14 ചാപ്റ്ററിലേക്ക് എത്തി. നേരെ +2ലേക്ക് എത്തുന്ന സമയത്തോ വീണ്ടും ഒരു 14 ചാപ്റ്റർ. ടോട്ടൽ +1ലും +2ലും കൂടി 28 ചാപ്റ്ററുകളാണ് നമുക്ക് ഫിസിക്സിൽ മാത്രമായിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കട്ടി എത്രത്തോളം ഉണ്ട് നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടാവും. സോ അത്രയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന 2 വർഷം കൊണ്ട് പഠിക്കാനുണ്ട്. +2ൽ മാത്രം നോക്കണം, ഒരു വർഷത്തേക്ക് തന്നെ 14 ചാപ്റ്ററുകൾ. +1നെ കമ്പയർ ചെയ്യുമ്പോൾ +2 എന്ന് പറഞ്ഞാൽ ചാപ്റ്ററുകൾ എണ്ണം സെയിം ആയിരിക്കും, പക്ഷേ കോൺസെപ്റ്റുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളായിരിക്കും. മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗം, ഫിസിക്സിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ കുറച്ച് മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ +1 പഠിക്കുന്നുണ്ടെങ്കിൽ +2ൽ അങ്ങനെയല്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറേ 28 ചാപ്റ്ററുകളും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള 14 ചാപ്റ്ററുകളും അതിൽ തന്നെ ഓരോ ചാപ്റ്ററുകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള പരസ്പര ബന്ധമില്ലാത്ത ചാപ്റ്ററുകളൊക്കെ തന്നെയുണ്ട്. ബന്ധമുള്ള ചാപ്റ്ററുകളും ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റും അതേപോലെ തന്നെയാണ്, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും അതേപോലെ തന്നെയാണ്. അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് അത്രയ്ക്കും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസാണ്. ഈ ഒരു സിലബസിനകത്ത് ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് എത്രത്തോളം അതിൻ്റെ ഒരു ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നു, ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നു, നമ്മൾ എത്ര മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കാം. അപ്പോൾ അത്രയും ക്രിസ്പായിട്ട്, അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കേണ്ടത് അത് അനിവാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റായി നോക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കൽ നടക്കില്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ 10ാം ക്ലാസ്സിൽ ഓരോ ഡെഫിനേഷൻ നമ്മളായിട്ട് കാണാതെ പഠിക്കുകയായിരുന്നു ചെയ്യാം. പരീക്ഷയിൽ ചോദിക്കും, ഡിഫൈൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും. പക്ഷേ +1ലേക്ക് +2ലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ ചോദ്യങ്ങളെ നിങ്ങൾ കാണില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ചിലപ്പോൾ ചില തിയറങ്ങൾ മാത്രം അങ്ങനെ ചോദിക്കും. പാരലോഗ്രാം ലോ ഓഫ് വിക്ടർ അഡീഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കും. +1ലാണെങ്കിൽ, +2ലാണെങ്കിൽ ചോദിക്കുകയാണ് റേ ഓപ്റ്റിക്സ് ഒരു ചോദ്യമാണ്, സ്നെൽസ് ലോ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ അത് വളരെ കുറവായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ. റാങ്ക് അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, ബോർഡ് എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ എന്ത് വേണമെങ്കിൽ നമ്മൾ നീറ്റ് എക്സാമിനോ JEE എക്സാമിനോ നല്ലൊരു റാങ്ക് നമുക്ക് അടിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് നിങ്ങളുടെ രീതിയിൽ ആൻസറുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കുന്ന സമയത്ത് 3 രീതിയിലാക്കി പഠിക്കാം നമുക്ക്. കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ നമുക്ക് 3 എണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റും. അത് പിന്നെ മൾട്ടി കോൺസെപ്റ്റുകൾ, അതായത് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ച കാര്യം മറ്റൊരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ച കാര്യം ആ 2 കാര്യങ്ങളൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് പഠിക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കാണാതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും കാണില്ല, അതേപോലെ നീറ്റ് JEE എക്സാമിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും തന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഈ +1 നിന്ന് +2ലേക്ക് വരുന്ന സമയത്തോ അതേപോലെ 10th നിന്ന് +1 +2ലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസം നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണ്. നിങ്ങൾ ഈ +2ലേക്ക് കയറി വരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ നോക്കുന്നു, ഓക്കെ എന്താണ് ഫിസിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എടുത്ത് നോക്കുന്നു, നിങ്ങളത് പഠിക്കാൻ തുടങ്ങുന്നു, ഏകദേശം പകുതി എത്തുന്നു, ഡേയ്സുകൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ പഠനത്തിൻ്റെ ടൈം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ആ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങിയത് അവസാനത്തെ പരീക്ഷ വരെയും അതേപോലെ നിങ്ങൾക്ക് തുടരാൻ പറ്റണം. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ സമയം ഇരിക്കണം എന്നല്ല പറയുന്നത്, ഇരിക്കുന്ന സമയം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ ചെന്നു ധാരാളം വർക്കുകൾ ഉണ്ടാവും, നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊക്കെ വൈകുന്നേരം കാണുന്നുണ്ടാവും. അതിനുശേഷം സ്കൂളിലേക്കുള്ള വർക്കുകൾ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നേരം അല്ലെങ്കിൽ 3 മണിക്കൂർ നേരം നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ നിങ്ങൾ കണ്ടുവെക്കണം. അതിനനുസരിച്ച് പഠിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ മനസ്സിലായോ, ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല +2 എന്ന് പറയാൻ, +2 സയൻസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമയത്തിനെ കണ്ടുവെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത കാര്യമാണ് പ്രാക്ടിക്കൽ പരീക്ഷ. +2ൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം അതാണ്. കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന,
കൂടുതൽ മാർക്കുകളാണ് നമ്മളെ പ്രാക്ടിക്കൽ എക്സാമിന്. നിങ്ങൾക്കറിയാം 40 മാർക്കുകളൊക്കെ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും കിട്ടുവാണ് എക്സ്ട്രാ. ആ ഒരു 40 മാർക്കിൽ 40 മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾ പെടേണ്ട പാട് വളരെ വലുതാണ്. കാരണം എന്താ? കാരണം നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? റെക്കോർഡ് എഴുതേണ്ടി വരും, ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും. ബോട്ടണി സുവോളജി എടുത്തു നോക്കിയാൽ ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും. എത്ര സമയം നിങ്ങൾ അതിനു വേണ്ടി ചിലവാക്കും? റെക്കോർഡുകൾ എഴുതാൻ എത്ര സമയം ചിലവാക്കും? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങളെ മെൻ്റൽ സ്ട്രെങ്തിനെ അത് ബാധിക്കും. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷ വരും, ക്ലാസ് ടെസ്റ്റുകൾ വരും, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് തീരുമ്പോഴത്തേ നിങ്ങളെ മെൻ്റൽ സ്ട്രെങ്തിനെ അത് ബാധിക്കും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതൊക്കെ ഈ സമയത്ത് ചെയ്യാം, ഇതൊക്കെ ഈ സമയത്ത് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ്ങിലാണ് കാര്യം. ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ സക്സസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അടുത്തതാണ് മക്കളെ, 5ാമത്തെ കാര്യമാണ് എൻട്രൻസ് എക്സാംസുകൾ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ എക്സാംസുകൾ ഉണ്ടാവും, അതേപോലെ നിങ്ങളെ ഹാഫ് ഇയർലി എക്സാംസുകൾ ഉണ്ടാവും, ഡിസംബറിൽ എക്സാമുകൾ ഉണ്ടാവും, അതേപോലെ നമ്മളെ ആനുവൽ എക്സാം ഉണ്ടാവും. ഈ സാധനങ്ങളെല്ലാം വരും. അതിനിടയിൽ പ്രിപ്പറേഷൻ നടത്തണം. ഇത് അവസാനം നമ്മൾ ക്രാഷിലേക്ക് പോകുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നീറ്റിന് എക്സാം, JEE എക്സാം, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഈ പ്രിപ്പറേഷനൊക്കെ എവിടെയാ സമയം? അതാ പറഞ്ഞത് ഞാൻ. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെ മെൻ്റൽ സ്ട്രെങ്തിനെ അത് ബാധിക്കുകയും ചെയ്യും. അതിൻ്റെതായിട്ടുള്ള സമയം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും വലിയൊരു നമ്മൾ സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ, ഇത്രയും വലിയൊരു മോസ്റ്റ് ആയിട്ടുള്ള സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, +2 സയൻസ് എന്ന് പറയുന്നത് എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു സാധാ ഒരു 10th കഴിഞ്ഞ് വരുന്ന കുട്ടിയോ അല്ലെങ്കിൽ +1 +2ലേക്ക് വരുന്ന കുട്ടിയാണെങ്കിൽക്കോട്ടെ, ഏത് കുട്ടികളായിക്കോട്ടെ, ഈ ഒരു സിലബസ് കാണുമ്പോഴും ഈ ഒരു കാര്യം കേൾക്കുമ്പോഴും ഒന്ന് പേടിക്കണം. കാരണം പേടിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള സാധനം കണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർഡ് ആവാൻ പറ്റുള്ളൂ. പ്രിപ്പറേഷൻ ഈസ് ദ കീ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ, ഗൈഡൻസ് ആണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ഓർഡർ ഇല്ല. ഒരു സാധനം പഠിക്കുന്നുണ്ട്, അതിനൊരു വ്യക്തമായിട്ടുള്ള ഓർഡർ ഇല്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു ഗൈഡൻസ് ആണ്. അത് ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നാവാം, ഒരു നല്ലൊരു മെൻറ്റർ ആവാം. മെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള ആളായിക്കൊള്ളുന്നില്ല, പുറത്തുനിന്നുള്ള ഒരാളാവാം. ചില സമയത്ത് ഞാൻ പറയാറുണ്ട്, എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഫിസിക്സ് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു എന്ന് ചോദിച്ചാൽ, അതെടുത്ത ശേഷമാണ് എനിക്ക് ആ മാറ്റങ്ങൾ മനസ്സിലാകുന്നത്. കാരണം എന്തുകൊണ്ട് മറ്റത് എടുക്കണ്ട, ഇതെടുക്കണം, എന്തുകൊണ്ട് ഇതെടുക്കണം എന്നുള്ളൊരു സജഷൻ തന്നത് അമ്മയാണ്. അതേപോലെ തന്നെ പല ആളുകളും നിങ്ങൾക്ക് എന്ത് തരും, ഇതേപോലെ സജഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. നല്ല കറക്റ്റായിട്ടുള്ള സജഷൻ നോക്കി മനസ്സിലാക്കുക. പലരും പല സജഷൻ തരും, പക്ഷേ എന്ത് മനസ്സിലാക്കുക, കറക്റ്റായിട്ടുള്ള ആളുകളെ അടുത്തുനിന്ന് സജഷൻ മേടിക്കുക. അതേപോലെ നല്ലൊരു മെൻറ്ററെ നിങ്ങൾ കൊണ്ടുവെക്കുക. അതേപോലെ തന്നെ നല്ല അധ്യാപകന്മാരെ നിങ്ങൾ ഉപയോഗിക്കാം. അധ്യാപകന്മാർ തരുന്ന സജഷൻസുകളിൽ നിന്ന് സ്വീകരിക്കാം. ഓക്കെ ആണോ? ഇതെല്ലാം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് കൂടിയുണ്ട്. എന്താണ്? അതായത് ഹാർഡ് വർക്ക് പേസ് ഓഫ്. അതായത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു 2 വർഷം അല്ലെങ്കിൽ ഈ ഒരു +2 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എടുക്കുന്ന എത്ര എഫേർട്ട് നിങ്ങൾ എടുക്കുന്നോ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ നിങ്ങളൊന്നും പേടിക്കേണ്ട, നമ്മൾ കൂടെയുണ്ട്. സോ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ബൈ, സീ യു.